ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളം ഒരു മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മുഖങ്ങൾ, ഒറ്റ രാത്രി കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ട നിമിഷങ്ങൾ, ഇത്രയും കാലത്തെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ട ആളുകൾ. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹാദുരന്തത്തിൻ്റെ ഇരകളായി മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേരളത്തിലെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രകൃതി തൻ്റെ സംഹാര താണ്ഡവം നടത്തിയ നിമിഷങ്ങൾ, നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ മഹാദുരന്തം ഉരുൾപൊട്ടൽ. അതിൻ്റെ ഭീകര ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണിങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്ന് എത്ര പേർക്കറിയാം? ഇന്ന് നമുക്ക് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും പാലിക്കപ്പെടേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്നും നോക്കാം. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും, മൺപാളികളിലെ രാസഭൗതിക മാറ്റങ്ങളും, സസ്യലതാദികളുടെ പരിക്രമണങ്ങളും, ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങളാണ്. മേഘസ്ഫോടനം, ഭൂമികുലുക്കം, വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി, മനുഷ്യൻ്റെ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ്. കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ്. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിൻ്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരുവുകളിൽ കൃഷി അല്ലെങ്കിൽ മണ്ണ് പാറ ഖനനം, റോഡ്, കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു. സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, ഇടവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, അമിത ഭാരമേൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴുമാണ് സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇതോടൊപ്പം പാറകളും വൻ വൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു. 72 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. ഉരുൾപൊട്ടലിൻ്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്തെ ഉരുൾപൊട്ടൽ നാഭി എന്നാണ് വിളിക്കുക. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ 2010 പഠനപ്രകാരം കേരളത്തിൻ്റെ 14.4% മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത്. 5607 ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല. ഇതിൽ വയനാട്, നെടുമങ്ങാട്, മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, ഉടുമ്പൻചോല, ചിറ്റൂർ, മണ്ണാർക്കാട്, നിലമ്പൂർ, ഏറനാട്, തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത. ഇതിനു പുറമെ 25 താലൂക്കുകളും കൂടി സാധ്യതാ പട്ടികയിലുണ്ട്. കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും, മണ്ണിൻ്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, മലകളിൽ നിന്നു താഴേക്ക് സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടിനിന്നു മണ്ണിലേക്കിറങ്ങി സ്വാഭാവിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം, മഴയുടെ ഘടനാമാറ്റം, ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്ര മഴ, ഇത് കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള അതിതീവ്ര സാധ്യതാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഇനി നമുക്ക് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുൾപൊട്ടലിന് മുൻപ് പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക.
എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും ചെയ്യുക. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക. ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതാ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. വീടൊഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം തേടുക. കിംവദന്തികൾ പരത്താതിരിക്കുക. ഉരുൾപൊട്ടൽ സമയത്ത് മരങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത്. പ്രഥമ ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യുക. വയോധികർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കിടപ്പുരോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനത്തിൽ മുൻഗണന നൽകുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഗ്യാസ് അടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക. ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ വീടിനകത്താണെങ്കിൽ ബലമുള്ള മേശയോ കട്ടിലിൻ്റെയോ കീഴിൽ അഭയം തേടുക. ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരിക്കേൽക്കാതെ വിധം സുരക്ഷ നേടുക. ഉരുൾപൊട്ടലിനു ശേഷമാണെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതെ ഇരിക്കുക. ഉരുൾപൊട്ടൽ പ്രദേശത്തു നിന്ന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കരുത്. ഉരുൾപൊട്ടലിനു ശേഷം വീണുകിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുക. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത്. ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഗമമായി പോകാനുള്ള സാഹചര്യമൊരുക്കുക. കെട്ടിടാവശിഷ്ടങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക. പിന്നീട് കേരളത്തിലുണ്ടായ ഒരു മഹാദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കൈയിൽ 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം. ഈ ദുരന്തത്തിൽ ഇതുവരെ 276 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. മുണ്ടക്കൈ ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ പ്രഭവസ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു. അതോടെ അട്ടമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളും പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. ശക്തമായ ഒഴുക്കിൽ പുഴ ദിശമാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായും ഒലിച്ചു പോവുകയും ചെയ്തു. കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. ഈ മഹാദുരന്തത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉരുൾപൊട്ടൽ എന്ന വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരണങ്ങളും കഥകളും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി അമർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീണ്ടും പുതിയൊരു കഥയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.